അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ റജബ് മാസം അൽഹംദുലില്ലാഹ് നമ്മളിലേക്ക് വന്ന് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ. ഒരുപാട് ദിക്റുകളായി, സ്വലാത്തുകളായി, തസ്ബീഹുകളായി, ഇസ്മുകളായി, ദുആകളായൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് നോമ്പ് പിടിച്ച ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുള്ള ഖത്മുകൾ തുടങ്ങിയ പല ആളുകളും ഖത്മുൽ ഖുർആൻ തീർന്നു, ഇനി അടുത്തത് തുടങ്ങി. അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ പകൽ വരികയാണ്. ഈ 2 ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഇനിയും ദുആരക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാം. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണല്ലോ, ഒരു ദുആയാണല്ലോ, നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും പറയാറുള്ളതാണ്. ആ ഒരു ദുആ നമുക്ക് ആദ്യമായി പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ദിക്റുകളിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല ഈ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമുക്ക് ഒരുപാട് നന്മകൾ, ഖൈറുകൾ നൽകട്ടെ. റമളാനിലേക്ക് നമ്മളെ എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ചു പറയുക. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് രണ്ടാമത്തെ 10 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ദിക്റുകൾ ഏതൊക്കെയാണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, 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 സുബ്ഹാന
സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ, അധികരിപ്പിക്കേണ്ട സൂറത്തുകളിൽപ്പെട്ട ഒന്നാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. ഒരുപാട് ശ്രേഷ്ഠതയാണ്. ആകാശഭൂമികൾ അല്ലാഹു തആല സൃഷ്ടിച്ചതിൻ്റെ അടിത്തറയാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നാൽ നമ്മുടെ ഈമാൻ ഉറക്കാൻ കാരണമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും സൂറത്തുൽ ഇഖ്ലാസ് കുറച്ച് പ്രാവശ്യം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. വിശുദ്ധമായ സൂറത്ത് യാസീൻ സൂറത്തിലെ ഒരു അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇതൊരു ദിക്റായിട്ട് നമുക്ക് ചൊല്ലാം. അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമോ, എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ, ആ പരീക്ഷണങ്ങളെ തൊട്ടെല്ലാമുള്ള കാവൽ കിട്ടാൻ ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കുക. ഏതാണ് ആയത്ത്?
سلام قولا من رب رحيم 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 سلام قولا من رب رحيم. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ റജബ് മാസത്തിലും അതല്ലാത്ത മാസത്തിലൊക്കെ എല്ലാ ദിവസവും തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട 1, 2, 3 പ്രാവശ്യമെങ്കിലും നമ്മൾ പറയേണ്ട ഒരു സുപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മുടെ ഈമാൻ ഉറയ്ക്കാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. رضيت بالله ربا وبالإسلام دينا وبمحمد نبيا 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 رضيت بالله ربا وبالإسلام دينا وبمحمد نبيا. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ 3 ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ വലിയ പ്രതിഫലമുള്ളതാണ്. ഇത് എന്തെല്ലാം ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, ആ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാൻ കാരണമാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ആ ഒരു ഇസ്മിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
يا رؤوف يا سلام يا قادر يا الله 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 يا رؤوف يا سلام يا قادر يا الله. റജബ് മാസത്തിലെ ഒരു ദിക്ർ പറഞ്ഞാൽ 70ഉം 700ഉം ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. അതേത് ദിക്റായാലും ഏത് തസ്ബീഹായാലും അള്ളാഹു ഇരട്ടി പ്രതിഫലമാണ് തരുക. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ 3 ദിക്റുകൾ ചേർത്തുള്ള ഒരു ദിക്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു
അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ, അതുപോലെ തന്നെ ദുആഇൻ്റെ ഈ മജ്ലിസിലെ പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ഈ ദുആയും ദിക്റൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും പടച്ച തമ്പുരാൻ ഹാസിലാക്കുമാറാവട്ടെ. ഈ റജബ് മാസത്തെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ തന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളും ദുആരക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും ഒക്കെ ദുആരക്കാം. അള്ളാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ, ഞങ്ങളുടെ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ, ദുആഇന്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹു, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, തെറ്റുകൾ സംഭവിച്ചവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പാപങ്ങളില്ലാത്ത ഒരു ജീവിതം ഇനി ഞങ്ങൾക്ക് നീ നസ്വീബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കാനുള്ളവരാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എല്ലാം നീ മാറ്റി സലാമത്തും എല്ലാവിധ ഖൈറും സമാധാനവും നൽകണേ അല്ലാഹ്. അല്ലാഹു, ഒരുപാട് പേര് രോഗികളാണ്, മാറാവ്യാധികളെ തൊട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ രോഗമുണ്ട്, അതുപോലെ ബ്രെയിൻ ട്യൂമറും അറ്റാക്ക് വന്ന്, അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം വന്ന്, അതുപോലെ തന്നെ കരളിന് പ്രശ്നം വന്ന് ഒരുപാട് പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു, ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ആരോഗ്യം തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്നും നീ മുക്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. പറഞ്ഞാൽ അനുസരണയുള്ളവനാക്കണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവർ പഠിക്കുന്നവരാണ്, പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ ഒരുപാട് ഞങ്ങൾ നന്മകൾ ചെയ്യുന്നുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, ജോലിയില്ലാത്തവർ, അങ്ങനെ നൂറ് നീറുന്ന പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, കരുണാവാരിധിയായ പടച്ചവനെ, അതെല്ലാം നീ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും സലാമത്തും ഏറ്റി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. മാറാവ്യാധികളെ തൊട്ട്, പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ റജബ് മാസം അല്ലാഹുവേ, പടച്ചവനെ, അനുകൂലമാക്കണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, കടക്കണിയിൽ പെട്ടുപോയവരുണ്ട്, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രവാസികളായ ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ട്, ഈ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കുകയാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ നൽകണേ അല്ലാഹ്. എന്തെല്ലാം ശർറ് ബല മുസീബത്തുകളുണ്ട് എല്ലാത്തിനെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഹജ്ജിന് പോവാൻ, ഉംറക്ക് പോവാൻ ഇനിയും ഞങ്ങൾ
ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തതുപോലെ നാളെയും ഉണ്ടാകും. മജ്ലിസിൽ പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കട്ടെ. എല്ലാവിധ ഖൈറും നമുക്കുണ്ടാവട്ടെ. നമ്മുടെ മനസ്സിലെ മുറാദുകൾ ഹാസിലാക്കട്ടെ. അല്ലാഹു തആല പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കാണാം. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.